ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഭാസ്കരന്റെ രണ്ടാം ഭാര്യയുടെ മകനാണ് നികേഷ് എന്നറിഞ്ഞ നിധി നികേഷിന്റെ അമ്മയെ കണ്ടെത്തുകയാണ്. ഭാസ്കരന് നികേഷിന്റെ അമ്മയെ വെറുപ്പാണെന്ന് മനസ്സിലാക്കിയ നിധി അവരെ ചോദ്യം ചെയ്യുന്നു. എന്താ നികേഷിന്റെ അച്ഛൻ നിങ്ങളോട് സംസാരിക്കാത്തത്? അച്ഛൻ എന്താ നിങ്ങളെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തോടു കൂടി പോകുന്നത്? നിങ്ങൾ ഇവരെ കല്യാണം കഴിച്ചത് കൊണ്ടാണോ? അവർ പറയുന്നു, അതെ, എന്റെ മകനെ അയാളുടെ അടുത്ത് ആക്കിയിട്ട് പോയാൽ അയാൾക്ക് ദേഷ്യം വരില്ലേ? നിധി ചോദിക്കുന്നു, നിങ്ങളുടെ മകനോ? നികേഷ് അച്ഛന്റെ മകനും കൂടിയല്ലേ? അവർ പറയുന്നു, നികേഷ് ഭാസ്കരന്റെ മകനല്ല, എന്റെ മാത്രം മകനാണ്. ഇത് കിട്ടി ഞെട്ടി നിധി പറയുന്നു, മനസ്സിലായില്ല, നികേഷിന്റെ അച്ഛൻ ഭാസ്കരനല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അവർ പറയുന്നു, ഭാസ്കരൻ നികേഷിന്റെ അച്ഛനല്ല, അവൻ എന്റെ മകൻ മാത്രമാണ്. ഈ സമയം നികേഷിന്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു കോഡ് വരികയാണ്. നികേഷിന്റെ അച്ഛൻ ആരാണെന്ന് നിധി ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, എന്നെ ഒന്ന് വിടുമോ, എനിക്ക് ഒരു കോൾ ഉണ്ട്, ഞാൻ പോവാ. നിധി പറയുന്നു, നിക്കവിടെ, എനിക്ക് മറുപടി തന്നിട്ട് പോയാൽ മതി. എന്താ നടന്നതെന്ന് എന്നോട് പറയണം. അവർ പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ, എന്റെ മകനെ ഭാസ്കരന്റെ അടുത്ത് വിട്ടിട്ട് ഞാൻ മാത്രം അവിടുന്ന് പോയി, എനിക്കിനിയും കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് നികേഷിന്റെ അമ്മ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിധി വീട്ടിലേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു, മോളെന്താ പെട്ടെന്ന് വന്നത്? അപ്പൊ നിധി പറയുകയാണ്, ഒരു ചെറിയ ജോലിയുണ്ട്, അത് തീർത്തിട്ട് പോകാന്ന് വിചാരിച്ചു. അച്ഛാ, എനിക്ക് അച്ഛനോട് കുറച്ച് സംസാരിക്കാനുണ്ട്, എന്റെ കൂടെ വരണം. ഭാസ്കരൻ പറയുകയാണ്, എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ഇവിടെ വെച്ച് തന്നെ പറയാലോ. നിധി പറയുന്നു, എന്റെ കൂടെ വരണം. എവിടെ പോവാടെന്ന് പറയണമെന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി ചോദിക്കുന്നു, പറഞ്ഞാലേ വരത്തുള്ളൂ? ഭാസ്കരൻ പറയുന്നു, പറഞ്ഞാലേ വരത്തുള്ളൂ. അപ്പൊ നിധി പറയുകയാണ്, അതൊന്നും പറയാൻ പറ്റില്ല, വാന്നും പറഞ്ഞ് ഭാസ്കറിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് നിധി. സുഭാഷ് ചോദിക്കുന്നു, നിധി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിധി പറയുന്നു, പ്രശ്നമൊന്നുമില്ല സുഭാഷ് ഏട്ടാ, ഞാൻ അച്ഛനെ ഒരിടം വരെ കൊണ്ടുപോകുക. സുഭാഷ് പറയുന്നു, എന്താണെങ്കിലും പറ മോളെ. അപ്പൊ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടാ, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഒരു ചെറിയ കാര്യമാ, ഞാൻ വന്നിട്ട് പറയാം, വാ. ഭാസ്കരൻ പറയുന്നു, ചെറിയ കാര്യമല്ലേ, അത് ഇവിടെ വെച്ച് തന്നെ പറയത്തില്ലേ? പറയുന്നത് കേക്ക്, എന്റെ കൂടെ വാന്ന് പറഞ്ഞ് നിധി ഭാസ്കരനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഭാസ്കരനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരികയാണ് നിധി. ഭാസ്കരൻ പറയുന്നു, ഇനിയെങ്കിലും പറ, എന്താ കാര്യം? നിധി പറയുകയാണ്, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ പോകുക, സത്യം പറയണം. ഭാസ്കരൻ പറയുകയാണ്, ഒരു കാര്യം ഒഴിച്ച് നിനക്കെന്നോട് എന്തു വേണമെങ്കിലും ചോദിക്കാം. നിധി പറയുകയാണ്, നികേഷിന്റെ അമ്മയെ കുറിച്ച് ചോദിക്കാൻ പാടില്ല. അതേന്ന് ഭാസ്കരൻ പറയുമ്പോൾ നിധി പറയുകയാണ്, അത് മാത്രമേ ഞാൻ ചോദിക്കുകയുള്ളൂ. എങ്കിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞ ഭാസ്കരൻ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ തടങ്ങി നിർത്തി നിധി പറയുന്നു, അച്ഛാ, ഞാൻ പറയുന്നത് കേൾക്കൂ, അച്ഛനെ അങ്ങനെയൊന്നും വിടത്തില്ല, പറഞ്ഞിട്ട് പോയാ മതി. നീ എന്തിനാ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ഞാൻ നികേഷിന്റെ അമ്മയെ കണ്ടിരുന്നു, അവരെന്നോടൊരു കാര്യം പറഞ്ഞു, നികേഷ് അച്ഛന്റെ മകനല്ലാന്ന്. ഇത് കിട്ടിഞ്ഞിട്ടി ടെൻഷനോടുകൂടി ഭാസ്കരൻ അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ നിധി പറയുന്നു, അച്ഛൻ നിക്ക്, സത്യം പറഞ്ഞിട്ട് പോയാ മതി. ഭാസ്കരൻ ചോദിക്കുന്നു, നീ എന്താ ഈ പറയുന്നത്? അവരെല്ലാവരും എന്റെ മക്കളാ. നിധി പറയുന്നു, ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്, ബയോളജിക്കലായിട്ട് നികേഷ് അച്ഛന്റെ മകനല്ല, ശരിയല്ലേ? ഭാസ്കരൻ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, മറ്റെല്ലാവരെയും പോലെ അവനും എന്റെ മകനാ, മതിയോ? നിധി പറയുന്നു, എനിക്ക് ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വേണം. ഭാസ്കരൻ ചോദിക്കുകയാണ്, ഈ ക്ലാരിറ്റിയും മണ്ണാങ്കട്ടയൊക്കെ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോകുക? നിധി പറയുന്നു, ഇതൊന്നും അറിയാതെ ഞാനല്ലേ നികേഷിന്റെ അമ്മയെ കണ്ടെത്തി കൊണ്ടുവന്നത്, അച്ഛൻ എന്തോ മറച്ചു വെക്കുന്നുണ്ട്, ദയവ് ചെയ്ത് പറയണം. ഭാസ്കരൻ ചോദിക്കുന്നു, അതറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോകുക? നിധി പറയുകയാണ്, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും വേണ്ട അച്ഛാ, സത്യം അറിയാതെ എന്റെ തല വെട്ടിപ്പൊളിയുകയാണ്. ഭാസ്കരൻ പറയുന്നു, അവനവന്റെ കാര്യം നോക്കിയാ പോരെ, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കയറി ഇടപെടണോ? നിധി പറയുന്നു, ഇത് ആവശ്യമില്ലാത്ത കാര്യമാണെന്നാ ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ അച്ഛന്റെ വീട്ടിലാണ് താമസിക്കുന്നത്, ആ വീട്ടിലുള്ള എല്ലാവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഓരോരുത്തരുടെ മനസ്സിലും ഓരോരോ രഹസ്യങ്ങളാണ്, അതെല്ലാം പുറത്തു വന്നാലേ ആ വീട് സന്തോഷമായിട്ടിരിക്കും. അച്ഛൻ എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ സത്യം തുറന്നു പറയണം, അച്ഛന്റെ ജീവിതത്തിൽ എന്താണ് നടന്നതെന്ന് എനിക്കറിയണം. ആ സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അവരുടെ കയ്യിൽ നികേഷും ഉണ്ടായിരുന്നു, പിന്നെ നികേഷിനെ വീട്ടിലാക്കി അവര് വീട് വിട്ടു പോയി വേറൊരു കല്യാണം കഴിച്ചു. ഭാസ്കരൻ പറയുന്നു, ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല, അതൊരു വലിയ കഥയാ, അതെനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമല്ല, അത് ഞാൻ നിന്നോട് പറയണം. നിധി പറയുന്നു, അച്ഛ പ്ലീസ്, എന്താ നടന്നതെന്ന് പറയണം, നീ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അച്ഛൻ എന്നോട് സത്യം തുറന്നു പറയാം, അത് കാരണം ഒരു പ്രശ്നം ഉണ്ടാകില്ല, പ്രോമിസ്, ഞാനാണ് സത്യം, എന്താ നടന്നതെന്ന് പറയണം. ഇത് കേട്ട് നിധിയോട് സത്യം തുറന്നു പറയാൻ തീരുമാനിച്ച് നിധിയെയും കൂട്ടി കുറച്ചങ്ങോട്ടേക്ക് മാറിയിരിക്കുകയാണ് ഭാസ്കരൻ. ഭാസ്കരൻ പറയുന്നു, ഞാൻ ലോറി ഓടിക്കുമ്പോൾ ഒരുപാട് നാടുകളിൽ പോകാറുണ്ട് ലോഡുമായിട്ട്, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ലോഡ് ഇറക്കിയിട്ട് തിരിച്ചു വരാൻ ഒരു മാസം എടുക്കും, അങ്ങനെ പോകുമ്പോൾ എനിക്ക് ആ സ്ഥലത്തെ ഭക്ഷണം പിടിക്കില്ല, അങ്ങനെ പല പ്രാവശ്യം പോകുമ്പോൾ അവിടെ ഒരു ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം കണ്ടെത്തും, താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്തും. ഇപ്പൊ ഞാൻ ഗുജറാത്തിലാണ് പോകുന്നതെന്ന് വെക്ക്, അവിടെ അങ്ങനെ ഒരു സ്ഥലം കാണും, ഹരിയാനയിൽ പോയാൽ അവിടെ അങ്ങനെ ഒരു സ്ഥലം കാണും. അങ്ങനെ ഞാൻ ഗുജറാത്തിൽ പോയപ്പോഴാണ് ഈ സ്ത്രീയെ ഞാൻ കണ്ടത്. ഞാൻ ലോറി ഓടിക്കുന്ന സമയത്ത് 2-3 വർഷമായിട്ട് എനിക്ക് അവരെ അറിയാമായിരുന്നു, അവളും അവളുടെ ഭർത്താവും കൂടി ഹോട്ടൽ നടത്തുകയായിരുന്നു, അവിടെ ആയിരുന്നു ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, എനിക്കിഷ്ടമുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി തരുമായിരുന്നു അവര്. ഇവര് രണ്ടുപേരും ഹോട്ടലിൽ ജോലി ചെയ്യുമ്പോൾ കൈക്കുഞ്ഞായ നികേഷ് കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത് കാണും. ഞാൻ ഒരു പ്രാവശ്യം ഗുജറാത്തിൽ പോയപ്പോൾ ആ ഹോട്ടലിൽ പോയി, അപ്പോഴേ അറിഞ്ഞത് അവരുടെ ഭർത്താവ് മരിച്ചു പോയെന്ന്. എനിക്ക് എന്ത് പറയണമെന്ന്
അറിയില്ലായിരുന്നു മോളെ. ഒരു കൈക്കുഞ്ഞില്ലേ, ഹോട്ടലുണ്ടല്ലോ, വരുമാനം ഉണ്ടല്ലോ, സഹായത്തിന് ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ എന്ന് കരുതി സമാധാനിപ്പിച്ച് ഞാൻ അവിടുന്ന് പോയി. പിന്നീട് ഒരിക്കൽ ലോഡുമായി ഞാൻ ഗുജറാത്തിൽ ചെന്നപ്പോൾ അവരുടെ കടയിൽ പോയി ഞാൻ. അപ്പൊ ഒരുത്തൻ അവരെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ശല്യപ്പെടുത്താറുണ്ടെന്ന് പറഞ്ഞു. ആ സ്ത്രീക്ക് അയാളെ ഇഷ്ടമല്ലായിരുന്നു. അയാളുടെ ശല്യം സഹിക്കാനാകാതെ അവർ എന്നോട് പറഞ്ഞു, എന്നെ ഇവിടുന്ന് എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകുമോ എന്ന് ചോദിച്ചു. അവരെ കണ്ട് സഹതാപം തോന്നി, എനിക്ക് സഹായിക്കണമെന്ന് തോന്നി. അവർ പറഞ്ഞു, കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്നെ ഈ നാട്ടിൽ നിന്നും കൊണ്ടുപോകണമെന്ന് പറഞ്ഞ കാല് പിടിച്ചപ്പോൾ ഞാൻ അവരെയും കുഞ്ഞിനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വന്നതാ നികേഷും ആ സ്ത്രീയും. നിധി ചോദിക്കുന്നു, അപ്പോ അച്ഛൻ അവരെ കല്യാണം കഴിച്ചിട്ടില്ലേ? ഭാസ്കരൻ ചോദിക്കുന്നു, ഞാൻ എന്തിനാ അവരെ കല്യാണം കഴിക്കുന്നത്? നിധി ചോദിക്കുന്നു, നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഒരു റിലേഷൻഷിപ്പും ഇല്ലേ? ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ മോളെ, അവളുടെ കൂടെ എനിക്ക് എന്ത് റിലേഷൻഷിപ്പാ? 4 ദിവസം എന്റെ കൂടെ ലോറിയിൽ ട്രാവൽ ചെയ്തു വന്നു. എവിടെ പോകണമെന്ന് അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നാട്ടുകാരെന്തൊക്കെയോ പറഞ്ഞു. ഞാൻ അതൊന്നും ശ്രദ്ധിക്കാനേ പോയില്ല. അവരും കുഞ്ഞും വീട്ടിൽ ജീവിക്കട്ടെ എന്ന് തീരുമാനിച്ചു. പിന്നീട് സുഭാഷും സുധീഷും ഹരീഷും എല്ലാം നികേഷിന്റെ ഒപ്പം കളിക്കാനായി തുടങ്ങി. വിശ്വസിക്കാനാകാതെ നിധി ചോദിക്കുന്നു, അപ്പോ അച്ഛൻ എപ്പോഴാ അവരെ കല്യാണം കഴിച്ചത്? ദേഷ്യത്തോടു കൂടി ഭാസ്കരൻ പറയുകയാണ്, ഞാൻ അവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ എപ്പോഴാ കല്യാണം കഴിച്ചെന്ന് ചോദിക്കുന്നത്? നിധി ചോദിക്കുന്നു, പിന്നെ എന്താ നടന്നത്? ഭാസ്കരൻ പറയുകയാണ്, അവളുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരുത്തൻ അവളെ ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ്. അവൻ അഡ്രസ് കണ്ടുപിടിച്ച് ഇവിടെ വന്നെന്ന് തോന്നുന്നു. ഇവള് ഭയന്ന് അയാളുടെ കൂടെ പോയപ്പോ അവള് കൈക്കുഞ്ഞായ നികേഷിനെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. നിധി പറയുന്നു, അങ്ങനെയാണെങ്കിൽ ആ ലേഡിക്കും അച്ഛനും ഒരു ബന്ധവും ഇല്ലല്ലോ. ഭാസ്കരൻ പറയുകയാണ്, ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നെയും ചോദിക്കുന്നത് എന്തിനാ? നിധി പറയുന്നു, അപ്പോ ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടിയാണ് അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആ സ്ത്രീയെ അച്ഛൻ കല്യാണം കഴിച്ചിട്ടില്ല. ഭാസ്കരൻ പറയുന്നു, അയ്യോ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ അവരെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന്. ഭർത്താവ് മരിച്ചതിന് ശേഷം ആ സ്ത്രീ തനിച്ച് കട നടത്തുകയായിരുന്നു. ഒരുത്തൻ അവളെ ടോർച്ചർ ചെയ്ത് കല്യാണം കഴിക്കാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് എന്റെ കാല് പിടിച്ചപ്പോൾ ഞാൻ അവളെ സഹായിക്കാനായി ഞാൻ അവളെയും അവളുടെ കുഞ്ഞിനെയും കൂട്ടി തിരുവനന്തപുരത്തേക്ക് വന്നു. അതിനുശേഷം ആ കുഞ്ഞിനെ ഇവിടെ കളഞ്ഞിട്ട് അവള് ആ ടോർച്ചർ ചെയ്തവന്റെ കൂടെ ഓടിച്ചോടിപ്പോയി. അത്രേ ഉള്ളൂ, ഇതാ നടന്നത്. തുടർന്ന് ഭാസ്കരൻ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ കണ്ണു നിറഞ്ഞ ദിതി പറയുന്നു, അപ്പോ ആ സ്ത്രീയെ സഹായിക്കാൻ വേണ്ടിയാണ് അച്ഛൻ ഇതെല്ലാം ചെയ്തത്. പക്ഷെ അവര് നികേഷിനെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് അവരൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയി. ഇത് മാത്രമാണ് അച്ഛനും നികേഷും തമ്മിലുള്ള ബന്ധം, അങ്ങനെയല്ലേ? ഭാസ്കരൻ പറയുകയാണ്, അന്നത്തെ അവസ്ഥയിൽ അങ്ങനെയായിരുന്നു. പക്ഷെ അതിനുശേഷം സുഭാഷിന്റെയും സുധീഷിന്റെയും ഹരീഷിന്റെ ഒപ്പം അവൻ കളിക്കാൻ തുടങ്ങി. ആ പിഞ്ചു കുഞ്ഞിന്റെ മുഖത്ത് ചിരിയും സന്തോഷവും കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അവന്റെ അമ്മയുടെ മുഖം മറന്ന് എന്റെ മുഖം കണ്ട് അരികിലേക്ക് ഓടി വരുമായിരുന്നു. ഓടി വന്ന് എന്റെ കയ്യിൽ പിടിക്കുന്ന അവനെ എനിക്ക് വിട്ടുകളയാൻ പറ്റുമോ? അവരെല്ലാവരും ചേട്ടാനുജന്മാരായി ജീവിക്കാൻ തുടങ്ങി. ആ സമയത്ത് നിന്റെ അച്ഛൻ വേറെയാ അമ്മ വേറെയാണെന്നൊക്കെ പറയാൻ പറ്റുമോ? എങ്കിൽ പിന്നെ അവനും എന്റെ മകനായിട്ട് തന്നെ ജീവിക്കട്ടെന്ന് ഞാൻ വിചാരിച്ചു. മോളെ, അവന് നികേഷ് എന്ന് പേരിട്ടതേ ഞാനാ. നിധി ചോദിക്കുന്നു, ഇതെല്ലാം വീട്ടിൽ ആർക്കെങ്കിലും അറിയുമോ? ഭാസ്കരൻ പറയുകണ, അതൊന്നും എനിക്കറിയില്ല. നിധി പറയുന്നു, ഉറപ്പായും ആരും അറിയാൻ ചാൻസ് ഇല്ല. നികേഷിന്റെ അമ്മ വേറെയാണെന്ന് ഇപ്പോഴല്ലേ നികേഷ് പോലും അറിഞ്ഞത്. ഒരുപക്ഷെ അവർക്ക് ഈ സത്യം അറിയാമായിരുന്നെങ്കിൽ അന്ന് അവരത് എന്നോട് പറയുമായിരുന്നു. അച്ഛൻ എന്താ ഇത് ആരോടും പറയാഞ്ഞത്? പറയണമായിരുന്നു. എന്തിനു പറയണമെന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, നികേഷ് അച്ഛനെ വെറുക്കുന്നുണ്ടല്ലോ. അവന്റെ അമ്മ ആ വീട് വിട്ടു പോകാൻ കാരണം അച്ഛനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവൻ സംസാരിക്കുന്നത്. അവനോട് സത്യം പറയാമല്ലോ. ഭാസ്കരൻ ചോദിക്കുന്നു, എന്താ പറയേണ്ടത്? എന്ത് പറഞ്ഞാലും ശരിയാകില്ല. അവന്റെ മനസ്സിൽ ഞാനാ അച്ഛൻ. അവന്റെ അമ്മ പോയെങ്കിലും അച്ഛനായിട്ട് ഞാനുണ്ടെന്ന് അവൻ വിശ്വസിക്കുന്നു. ആ സമയത്ത് നിന്റെ അച്ഛൻ ഞാനല്ലെന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സ് തകർന്നു പോകില്ലേ? അവന്റെ അമ്മ അവനെ വിട്ടു പോയാലും അവന് വെറുക്കാൻ ഞാൻ ഒരുത്തനില്ലേ? അത് മതി. അവനോട് നിന്റെ അച്ഛൻ മരിച്ചുപോയി, നിന്റെ അമ്മ നിന്നെ വേണ്ടാന്ന് വെച്ച് പോയതാണെന്നൊക്കെ പറഞ്ഞാൽ അവന്റെ ഭാവികാലം എന്താകും? അവൻ എന്നെ അച്ഛനായിട്ട് വിചാരിച്ച് വെറുത്തോണ്ടിരിക്കട്ടെ, അത് വിട്ടേരെ. അങ്ങനെ ഭാസ്കരൻ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ കരഞ്ഞ് ഭാസ്കരന്റെ കയ്യിലേക്ക് പിടിക്കുകയാണ് നിധി. എന്താന്ന് ഭാസ്കരൻ ചോദിക്കുമ്പോൾ നിധി പറയുന്നു, അച്ഛനെ പറ്റി ഞാൻ എന്തൊക്കെയോ വിചാരിച്ചു പോയി. ഞാൻ ചിന്തിച്ചതുപോലെ ഒന്നും അല്ല അച്ഛൻ. ഭാസ്കരൻ പറയുന്നു, ഇത് ചോദിക്കാൻ വേണ്ടിയാണോ നീ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്? ഇനി നീ വീട്ടിലേക്ക് പോ, കരയാതെ. നിധി പറയുന്നു, സത്യമായിട്ട് ഞാൻ പറയുക, ഇങ്ങനെയൊന്നും ആരും ചെയ്യില്ല. മറ്റൊരാളുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തി. അവൻ വളർന്ന് അച്ഛനെ ഒരുപാട് വഴക്ക് പറയുന്നു, അടിക്കാൻ വരുന്നു. പക്ഷെ അച്ഛൻ അവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു സത്യങ്ങളും തുറന്നു പറയുന്നില്ല. അതിനെല്ലാം വലിയ മനസ്സ് വേണം. ഭാസ്കരൻ പറയുന്നു, മോളെ കരയാതെ, നീ വീട്ടിലേക്ക് പോ. ഞാൻ നിന്റെ കൂടെ വരുന്നില്ല, എനിക്ക് വേറൊരു ജോലിയുണ്ട്, ഞാൻ പിന്നെ വരാം. കരയാതെ സൂക്ഷിച്ച് വീട്ടിലേക്ക് പോ. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ കരയുകൊണ്ട് ഭാസ്കരൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ് നിധി. പെട്ടെന്നൊന്ന് ആലോചിച്ച് തിരികെ എന്താ ഭാസ്കരൻ പറയുന്നു, നിധി മോളെ ഇങ്ങോട്ട് വന്ന്. നിധി അരികിലേക്ക് വരുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, ദേ നോക്ക്, നീ ഇനി ഇത് ചെന്ന് നികേഷിനോട് പറയരുത്. ഇപ്പൊ എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇത് കേട്ട് നിധി തലയാട്ടുമ്പോൾ ഭാസ്കരൻ അവിടെ നിന്ന് പോവുകയാണ്. നിധി കണ്ണീര് തുടച്ച് ഭാസ്കരൻ പോകുന്നത്
പോകുന്നത് നോക്കി നിൽക്കുന്നു. ഈ സമയം സുഭാഷ് ഭാസ്കരനെ നോക്കിക്കൊണ്ട് നിധിയുടെ അരികിലേക്ക് വരികയാണ്. ഭാസ്കരൻ പോയതിനു ശേഷം ഇങ്ങോട്ടേക്ക് തിരിയുന്ന നിധി സുഭാഷിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. സുഭാഷ് ഏട്ടൻ എന്താ ഇവിടെയെന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, അച്ഛനെയും കൂട്ടി മോള് പോയപ്പോൾ എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന് വിചാരിച്ച് ഞാൻ പിന്നാലെ വന്നതാ. അങ്ങനെ സുഭാഷ് അവിടേക്ക് ഇരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ ഇപ്പോഴാണോ വന്നത്? അപ്പൊ സുഭാഷ് പറയുകയാണ്, കുറച്ചു നേരമായി മോളെ. അച്ഛൻ പറയുന്നതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. നിധി ടെൻഷനോടുകൂടി സുഭാഷിനെ നോക്കുമ്പോൾ സുഭാഷ് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടന് നേരത്തെ ഇതെല്ലാം അറിയാമായിരുന്നു? സുഭാഷ് പറയുന്നു, ഇപ്പം അച്ഛൻ പറഞ്ഞതിന്റെ അത്രയൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്താ നടന്നതെന്ന് ഇപ്പൊ അച്ഛൻ തുറന്നു പറഞ്ഞപ്പോഴാണ് ഞാനും അറിഞ്ഞത്. ഒരു ദിവസം നികേഷിനെയും അമ്മയും അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അതുകൊണ്ട് നാട്ടിൽ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ആ പ്രായത്തിലും അച്ഛൻ നികേഷിന്റെ അച്ഛനല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിചാരിച്ചു അവരെ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ടു വന്നതാണ് അച്ഛനെന്ന്. ഈ കഥയൊന്നും എനിക്കറിയില്ലായിരുന്നു മോളെ. നിന്നോട് പറയുമ്പോഴാ ഞാനും അറിഞ്ഞത്. നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടൻ ഇതൊന്നും അച്ഛനോട് ചോദിച്ചിട്ടേ ഇല്ലേ? ഇല്ല മോളേന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, തുടക്കത്തിലെ സുഭാഷ് ഏട്ടൻ അറിയാമായിരുന്നല്ലോ നികേഷിന്റെ അച്ഛനല്ല നിങ്ങളുടെ അച്ഛനെന്ന്. അത് സുഭാഷ് ഏട്ടൻ സുധീഷിനോടും ഹരീഷിനോടും പറഞ്ഞിട്ടില്ലേ? ഇല്ലാന്ന് സുഭാഷ് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് നിധി പറയുന്നു, എനിക്ക് എന്ത് പറയണമെന്ന് അറിയില്ല സുഭാഷ് ഏട്ടാ. ഞാൻ നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നാട്ടുകാര് നമ്മുടെ വീടിനെ പറ്റി മോശമായി എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞു. ഞാൻ ഇവിടെ വന്ന നാൾ മുതലേ നാട്ടുകാർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ നാട്ടുകാര് പറയുന്നത് പോലെയല്ല നിങ്ങൾ എല്ലാവരും. നിങ്ങളുടെ അച്ഛനെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. കുറെ സത്യങ്ങളൊക്കെ സുഭാഷ് ഏട്ടനും അറിയാമായിരുന്നു. സുഭാഷ് ഏട്ടനും ഇതുവരെ നികേഷിന്റെ അടുത്ത് ഒരു വ്യത്യാസവും കാണിച്ചിട്ടില്ല. നികേഷാണ് സുഭാഷ് ഏട്ടന്റെ ലോകം തന്നെ. അച്ഛന് നികേഷിനെ ഒരുപാട് ഇഷ്ടമാണ്. ഒരുപക്ഷെ സുഭാഷ് ഏട്ടൻ സ്നേഹിക്കുന്നതിനെക്കാളും കൂടുതൽ അച്ഛൻ നികേഷിനെ സ്നേഹിക്കുന്നുണ്ട്. അവൻ എന്നെ വെറുത്തോട്ടെ, അവൻ എന്നെ വഴക്ക് പറഞ്ഞോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞു പോകുന്നു. ഞാൻ സത്യമായിട്ടും പറയുക, സുഭാഷ് ഏട്ടനോടും അച്ഛനോടും എനിക്ക് വല്ലാത്ത ബഹുമാനം തോന്നുക. നിങ്ങളുടെ മുന്നിൽ കൈതൊഴുത് നിൽക്കാനാ എനിക്ക് തോന്നുന്നത്. ഇതൊന്നും സാധാരണ കാര്യമല്ല. നിങ്ങൾക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു പയ്യനെ ഇത്രയും സ്നേഹത്തോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു സാധാരണ കാര്യമല്ല. നികേഷ് സുഭാഷ് ഏട്ടന്റെ അനുജനല്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ സത്യമായിട്ടും വിശ്വസിക്കില്ലായിരുന്നു. അത്രയ്ക്ക് നിങ്ങൾ മൂന്നുപേരും നികേഷിനെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ സത്യമെല്ലാം തുറന്നു പറയുമ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. അങ്ങനെ സുഭാഷിന്റെ കയ്യിലേക്ക് പിടിച്ച് തോളിൽ ചാഞ്ഞ പൊട്ടിക്കരയുകയാണ് നിധി. കണ്ണു നിറഞ്ഞ നിധിയൊന്ന് നോക്കിയിട്ട് കയ്യിൽ പിടിച്ച് സുഭാഷ് പറയുന്നു, നീ എന്തിനാ മോളെ കരയുന്നത്? അച്ഛൻ പറഞ്ഞതുപോലെ നികേഷ് നമ്മുടെ വീട്ടിലെ പയ്യനാ. അവൻ ഞങ്ങളുടെ എല്ലാവരുടെയും അനുജനാ. അവന്റെ അച്ഛൻ വേറെ ആണെങ്കിൽ എന്താ, അമ്മ വേറെ ആണെങ്കിൽ എന്താ? ഞാൻ അവനെ എന്റെ കൂടെ പിറന്ന അനുജനായിട്ടാണ് കാണുന്നത്. അവനും ഞങ്ങളെ ചേട്ടന്മാരായിട്ടാണ് കാണുന്നത്. അത്രേ ഉള്ളു മോളെ. ഇനി അതില് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. നീ കണ്ണു തുടയ്ക്കും മോളെ. നീ കരയുന്നത് കണ്ടാൽ എനിക്കും കരച്ചിൽ വരും. ഇത് കേട്ട് നിധി കണ്ണീര് തുടയ്ക്കുമ്പോൾ സുഭാഷും കണ്ണീര് തുടയ്ക്കുകയാണ്. ശേഷം സുഭാഷ് പറയുന്നു, ദേ മോളെ, ഈ കാര്യം ആരും അറിയരുത്. സുധീഷും ഹരീഷും പോലും അറിയരുത്. നികേഷ് ഒരിക്കലും ഇത് അറിയാൻ പാടില്ല. എന്നെ വെട്ടിക്കൊന്നാലും ഞാനിത് ആരോടും പറയില്ല. മോളും ഇത് ആരോടും പറയരുതേ. ഇതെല്ലാം അവൻ അറിയാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ഒന്നും മാറ്റണ്ട. ശരി സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോൾ സുഭാഷ് പറയുകയാണ്, നിനക്ക് നല്ല മനസ്സാ മോളെ. നികേഷിന്റെ നല്ലതിനു വേണ്ടി അവന്റെ അമ്മയെ കണ്ടെത്തിക്കൊണ്ടുവന്നു. വീട്ടിലുള്ള ഓരോരുത്തർക്കും എങ്ങനെ നല്ലത് ചെയ്യണമെന്ന് ആലോചിക്കുന്നു നീ. നിന്റെ മുന്നില് ഞങ്ങളാരും ഒന്നുമല്ല മോളെ. കരഞ്ഞ് കയ്യിൽ പിടിച്ച നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ, ഞാനൊന്ന് ചോദിക്കട്ടെ, ശരിക്കും നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അമ്മയെ കൊന്നോ? കൊന്നിട്ട് ജയിലിൽ പോയതാണെന്നല്ലേ പറയുന്നത്? അച്ഛൻ ഒരിക്കലും അച്ഛന്റെ ഭാര്യയെ കൊല്ലാൻ കഴിയില്ല. സുഭാഷ് പറയുന്നു, എനിക്കും അതൊന്നും അറിയാത്ത രീതിയിലാണ് ജീവിച്ചു പോകുന്നത്. നികേഷിനെ അച്ഛൻ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ എനിക്കൊരു 10 വയസ്സ് കാണും. പക്ഷേ അമ്മയുടെ മരണം നടന്നപ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം പോലീസ് വീട്ടിലേക്ക് വന്ന് അച്ഛനെ കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഞാനും അനുജന്മാരും മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങളെ നോക്കാൻ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. പിന്നെ മുത്തശ്ശിയും പോയി. അതിനുശേഷം ഞാൻ തന്നെ അനുജന്മാരെ നോക്കാൻ തുടങ്ങി. അച്ഛൻ ഒരു ദിവസം ജയിലിൽ നിന്നും തിരിച്ചു വന്നു. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അച്ഛനോട് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. നാട്ടുകാരെന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നടന്നിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയൊന്നും നടന്നു കാണരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ നാട് അച്ഛനെ വിശ്വസിക്കുന്നില്ല. അവരെല്ലാവരും ഇന്നും വായിൽ വരുന്നത് എന്തൊക്കെയോ പറയുന്നു. പക്ഷെ ഞാൻ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കാറില്ല മോളെ. ആലോചിക്കാൻ സമയവും ഇല്ല. എനിക്ക് താഴെ 3 അനുജന്മാരുണ്ട്. അവരെ നല്ല രീതിയിൽ നോക്കണമെന്നുള്ള കടമ എനിക്കുണ്ടായിരുന്നു. അങ്ങനെ നാളുകൾ കടന്നുപോയി. വാ മോളെ, നമുക്ക് പോകാം. എത്ര നേരമാ നമ്മൾ ഇവിടെ ഇരിക്കുക? അനുജന്മാർ അന്വേഷിക്കും. പോകാന്ന് പറഞ്ഞ് നിധിയും സുഭാഷും അവിടെ നിന്ന് പോവുകയാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.